പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രേരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 നവംബർ മാസം 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് അടുത്തു വരാം. എൻ്റെ ഇന്നലകളെ മാത്രമല്ല, എൻ്റെ നാളകളെയും അറിയുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം അതിൻ്റെ 8 വാക്യം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത നമ്മുടെ ഇന്നലകളെ മാത്രമല്ല, നമ്മുടെ നാളുകളെ കൂടി അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എൻ്റെ കേൾക്കുന്നവരെ, വചനം വ്യക്തമായി പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയും. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് സങ്കീർത്തനം 31 അധ്യായം അതിൻ്റെ 15 വാക്യത്തിലേക്ക് വരാം. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഈ വാക്യം ആഴമായി ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുകയാണ്. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇംഗ്ലീഷിൽ ആ തുടക്കം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. എൻ്റെ സമയം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ആഴം. എന്നെ കേൾക്കുന്നവരെ വല്ലാതെ ഭാരപ്പെടുന്നു. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, ഇനി ഒരു മറുപടി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിൽ വഴി അടഞ്ഞു പോയവർ, ജീവിതത്തിനകത്ത് ഉയർച്ചയില്ലാതെ, ആ നന്മ കാണാതെ, ആരൊക്കെയോ ഇന്നലകളിൽ വഴിയടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ വ്യക്തമായി തിരിച്ചറിയുക, എൻ്റെ സമയം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. ഇന്നലകളിൽ വഴിയടച്ചതോ അല്ലെങ്കിൽ മുമ്പിൽ ഒരു സാധ്യതയില്ലെന്ന് പറയുന്നവരുടെ കയ്യിലല്ല. എൻ്റെ ദൈവമാണ് നിനക്ക് വേണ്ടി അടുത്ത മണിക്കൂറിൽ ചിലത് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ഈ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 1-2 വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഓടി വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം അതിൻ്റെ 6 വാക്യം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഈ വാക്യങ്ങൾ ആഴമായി ശ്രദ്ധിക്കുമ്പോൾ ഇത് ആ വാക്യം നമ്മോട് പറയുകയാണ്, ഞാൻ ഇസ്രായേലിന്റെ രാജാവായ യഹോവയാകുന്നു, ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് വ്യക്തമായി തിരിച്ചറിയുക, എൻ്റെ ദൈവം ആദ്യൻ മാത്രമല്ല, എൻ്റെ ദൈവം അന്ത്യനും കൂടാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം അതിൻ്റെ 10 വാക്യം. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ആരംഭത്തിൽ തന്നെ അവസാനം കണ്ടവനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മണിക്കൂറുകൾ ഭാരപ്പെടുന്നവർ, ജീവിതത്തിനകത്ത് എല്ലാം തീർന്നു, ഇനിയൊരു മറുപടി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റിൽ വഴി തുറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകളെയും കാറ്റിനെയും എൻ്റെ ദൈവത്തിന് അവസാനിപ്പിക്കാൻ കഴിയും. ജീവിതത്തിനകത്ത് ഇനി വഴിയില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പടകിൽ നിൽക്കുമ്പോൾ
അടുത്ത മണിക്കൂറിൽ ഒറ്റ വാക്കിൽ ആ പടകനെ നിറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പ്രഭാതത്തിൽ ആഴമായിട്ടൊന്ന് വിശ്വസിച്ച് ആ നിരാശകളൊക്കെ ഒന്ന് വിട്ടിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളത്. പുതിയ നിയമത്തിൽ എനിക്കിഷ്ടപ്പെട്ട 1-2 വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളൊന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. താൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് താൻ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത മണിക്കൂറോ നമ്മുടെ നാളുകളോ നമുക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് വ്യക്തമാണ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യേശു തനിക്ക് നേരിടാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. യേശു തനിക്ക് നേരിടാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, കർത്താവിന് വ്യക്തമായിട്ട് അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ ചിലരെ നോക്കി വിളിച്ചു പറയാണ്, നിന്റെ അടുത്ത മണിക്കൂറുകൾ നിന്റെ വഴി അടയ്ക്കുന്ന ഹെരോദാവിൻ്റെയോ ഫറവോൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. അവർ കാണാത്തൊരു ദൈവമഹത്വം നീ കാണാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചിലതാ, മനുഷ്യൻ അസാധ്യമെന്ന് പറഞ്ഞതാ, ഇപ്പോൾ എൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്നുകൂടെ ഒരു ആഴം പറയാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായിക്കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയക്കാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ഈ വാക്യത്തിനകത്ത് ഒത്തിരി ആഴമുണ്ട്. യേശു കർത്താവുമായി 3 ദിവസം നിന്ന് ആ പുരുഷാരത്തെക്കുറിച്ച് യേശു കർത്താവിന് മനസ്സലിവ് തോന്നുകയാണ്. തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയാണ്, ഇവരെ പട്ടിണിയായി വിട്ടയക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രഭാതത്തിലും ദൈവത്തോട് അടുക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ നോക്കി ദൈവം മനസ്സലിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു വഴിയും തുറക്കാത്ത നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ഫേവർ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാത മെസ്സേജിനെ നീ മുറുകെ പിടിക്കണം. അടുത്ത പദം പറയുന്നു, അവർ ഇങ്ങനെ വെറും കൈയോടെ മുമ്പോട്ട് പോയാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. ശിഷ്യന്മാർക്ക് അറിയാത്തതും ലോകത്തിന് മനസ്സിലാക്കാത്തതുമായ ഒന്ന് യേശു പറയാണ്, അവരെ വെറും കൈയോടെ വിട്ടയച്ചാൽ അവർ പോകുന്ന വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആഴമായി പ്രാർത്ഥിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിന്റെ അടുത്ത മണിക്കൂറുകൾ ദൈവത്തിൻ്റെ കയ്യിലായതുകൊണ്ട് അവനെന്തോ ഒരത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. തീരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു വലിപ്പം ദൈവം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് നടക്കുക. എൻ്റെ കൂടെ ചേർന്ന് പറ, എൻ്റെ ദൈവം ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. അവൻ ആരംഭത്തിൽ തന്നെ അവസാനം കണ്ടവനാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വാസ്തവമായിട്ടും എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. എല്ലാ കണ്ണുകളും നടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. യേശുവേ, തിരുരക്തത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും എൻ്റെ കർത്താവ് എഴുന്നേറ്റ് ചില പുത്തൻ വഴികൾ തുറക്കാൻ പോകുന്നതിനായി നന്ദി. ഇതൊരു നന്മയുടെ ദിവസമാകട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന ദിവസമാകട്ടെ. കർത്താവെ, കണ്ണുനീരിൽ നിൽക്കുന്ന ഇവരുടെ ജീവിതത്തിനകത്ത് അങ്ങൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഈ ലഭിച്ച ലിങ്ക് നിങ്ങൾക്ക് ഒരാൾക്ക് കൂടി അയച്ചു കൊടുത്താൽ ആ വ്യക്തി ഈ മെസ്സേജിലൂടെ ആയിരിക്കാം ഇന്ന് വിടുതലിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ലാത്തത് കൊണ്ട് അനേക ജീവിതത്തിനകത്ത് ഈ ദൈവവചനത്തിന് അത്ഭുതത്തെ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് തയ്യാറായാൽ ചില ജീവിതങ്ങൾ നന്മ കാണാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ആമേൻ.